പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് പകൽ ഞങ്ങളുടെ നടുവിൽ തരുന്നതിനായിട്ട് നന്ദി. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ പകൽ ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിനായിട്ട് നന്ദി. വചനത്തിൻ്റെ വാതിലുകളെ കർത്താവ് തുറക്കണമേ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവർക്കും വിശുദ്ധ വേദപുസ്തകം എടുക്കാം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം, 7ഉം 8ഉം വാക്യം. മതി. 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. എങ്കിലും, നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യം, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം, ഇതൊരു നിക്ഷേപമാണ്, ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഒന്നും കൂടെ ആ വാക്യത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ചില വാക്കുകൾ നമ്മൾ ഒന്നിച്ച് ധ്യാനിക്കാൻ, പഠിക്കാൻ വേണ്ടി പോവുക. നിങ്ങളെന്നെ ശ്രദ്ധിച്ചേ. എന്നോട് ആരോ ഇങ്ങനെ സംസാരിച്ചു, പഴയ ആ പവറൊന്നും പാഷനില്ലെന്ന്. എന്നെ ഈ രാജ്യത്ത് എല്ലാ പെന്തക്കോസുകാർക്കും അറിയാം, എല്ലാ ചർച്ചുകാർക്കും എന്നെ ഈ രാജ്യത്ത് അറിയാം. ഞാൻ ഈ പറയുന്ന 1-2 സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ കേൾക്കണം. എനിക്ക് എല്ലാവരും ഉള്ളപ്പോൾ അത് പറയണമെന്നായിരുന്നു. 2019-ലും 2021-ലും ഒക്കെ ഞാൻ 1 മാസത്തോളം, 1-1.5 മാസത്തോളം വിസിറ്റിന് ഈ രാജ്യത്ത് വന്ന് എല്ലാ ചർച്ചിലും, മലയാളം കോൺഗ്രിഗേഷനിലും എല്ലായിടത്തും, കുറവല്ലാത്ത, ഞാൻ എല്ലായിടത്തും പ്രസംഗിച്ചിട്ടുണ്ടോ? 1-2 ചർച്ച ഒഴികെ, ഇപ്പോൾ ഒത്തിരി ചർച്ചകളുണ്ട്, 1-2 ചർച്ചകൾ ഒഴികെ ബാക്കി എല്ലാ ചർച്ചകളിലും പ്രസംഗിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ കൃപയാൽ പ്രസംഗിച്ചിടത്തൊക്കെ അവർ വീണ്ടും വീണ്ടും വിളിച്ച് പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. ഈ ആലയത്തിൽ ആദ്യം ഞാൻ വരുന്നത് 2019-ൽ പ്രസംഗിക്കാനാണ് വരുന്നത്. അന്ന് ഞാനിപ്പോൾ ഓർക്കുന്നു, ഇത്രയും ആൾക്കാരുണ്ട്, ഒരു 1 ഡേ ഒരു ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്നു. എന്നോട് പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റേ 1 മണിക്കൂർ പ്രസംഗിക്കണം. എന്നിട്ട് പാസ്റ്റർ ഒരു 10 മിനിറ്റ് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. അന്നേരം ഞങ്ങളൊരു പാട്ട് പാടിക്കോളാം. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും 1 മണി, അങ്ങനെ 3 മണിക്കൂർ ഉച്ച തൊട്ട് 4 മണി വരെ പ്രസംഗിച്ചോളാം പറഞ്ഞു. കർത്താവിൻ്റെ കൃപയാൽ ഇച്ചിരിയും കൂടെ 5-6 വർഷത്തെ മുമ്പാണ് എനിക്ക് സമയം തന്ന സമയം. ഞാനിപ്പോൾ ഓർക്കുന്നു, ഞാനിങ്ങനെ ഇവിടെ താഴെ ഇറങ്ങി നിന്നുകൊണ്ട് ഏകദേശം 4-5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അവരെല്ലാം വളരെ സന്തോഷത്തോടെ എന്നെ നോക്കി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം, ഒരു ഗസ്റ്റ് പാസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം 2-3 മെസ്സേജ് കൊണ്ട് ഒരു രാജ്യത്ത് പോയി ശുശ്രൂഷിച്ചിട്ട് വരാം, ഞാൻ പോകുന്നയാളാണ്. പക്ഷേ ചർച്ച് പാസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം 3 പ്രസംഗം മതിയോ ബ്രദറെ? 3 പ്രസംഗം മതിയോ? ഗസ്റ്റ് പാസ്റ്ററിന് 3 പ്രസംഗം മതി, പക്ഷെ ചർച്ച് പാസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം, പക്ഷെ ഇപ്പോഴും എനിക്ക് നല്ല ധൈര്യത്തോടു കൂടെ പറയാം, വേറെ എങ്ങും ഇങ്ങനെ ഒരു ആത്മീയ സന്തോഷം കിട്ടുന്ന ഒരു കൂട്ടായ്മ ഈ രാജ്യത്തില്ല. നിങ്ങൾക്ക് രാമയം പറയാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് അത്രയ്ക്ക് ബോധ്യമുണ്ട്, അങ്ങനെ ഒരു കൂട്ടായ്മ ഈ രാജ്യത്തില്ല. ഇംഗ്ലീഷിലുണ്ടോന്ന് എനിക്കറിയില്ല. ആമേൻ. ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാനല്ല, പറയുന്ന വാക്കിനെ വചനത്തിനകത്ത് തെളിയിച്ചിട്ട് വേണം എനിക്ക് പോകാൻ. കാരണം വചനം അകത്ത് കയറണം. എനിക്ക് വചനം നല്ലവണ്ണം ശുശ്രൂഷിക്കാൻ അറിയാം. കഴിഞ്ഞ 25 വർഷമായിട്ട് ദൈവത്തിൻ്റെ വചനത്തെ പ്രസംഗിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ബോധ്യമുണ്ട്, പ്രസംഗിക്കുന്ന വചനം ഏതാണ്, എന്താണെന്നുള്ള ബോധ്യം എൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വചനമില്ലെന്ന് പറഞ്ഞ് ടെൻഷൻ എടുക്കേണ്ട. എനിക്ക് വചനം നല്ലവണ്ണം ശുശ്രൂഷിക്കാൻ അറിയാം. നമ്മുടെ ആൾക്കാരുടെ രീതി അനുസരിച്ച് ഒത്തിരി ആൾക്കാരെ ഇങ്ങനെ ഈ മുൾമുനയിൽ നിർത്താൻ എനിക്ക് നല്ലവണ്ണം അറിയാം. പക്ഷേ ഇപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം ഒരു ചർച്ചാണ്.
ആ ചർച്ചിനെ വേണ്ടും വിധം വളർത്തണമെങ്കിൽ, ആ ചർച്ചിന് വേണ്ടും വിധം ആഹാരം കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് എനിക്ക് വചനം പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ദിവസം വേറെ ദിവസം പറഞ്ഞു, ഇപ്പം ടിജോ പാഷ പറയ പോലെ പ്രോഫസി ഒന്നും പറയുന്നില്ല, എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ പഴയ പോലെ, കാരണം പണ്ടൊക്കെ 5-10 വർഷത്തിനൊക്കെ മുമ്പ് നമ്മുടെ വീട്ടിലേക്ക് വന്ന് അലമാരിക്കകത്തിരിക്കുന്ന സാധനം വരെ എന്ത് ചെയ്തേ പറയുന്ന അല്ലേ. അദ്ദേഹത്തിനെ വിളിച്ച പേരാണ് ഫോറൻസിക് പ്രോഫറ്റ്. കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടില്ലേ? തലമുടിയൊക്കെ കീറിയെടുത്ത് എന്ന് പറഞ്ഞതുപോലെ അനിത സിസ്റ്ററിനെ കെട്ടിയാൽ അനിത സിസ്റ്ററിന്റെ അങ്ങേ അറ്റത്തുനിന്ന് പൊക്കി എടുത്തുകൊണ്ട് വരും. ആമേൻ, ആമേൻ. ഞാനും സോബിയും കൂടെ, ഞാനും എൻ്റെ അളിയനും കൂടെ ലൂലുമാള് നിൽക്കുക, എറണാകുളത്ത് ലൂലുമാളി. അന്നേരം ഈ ദേവദാസൻ തോളയിൽ ഒരു കുഞ്ഞിനെയൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരിക കണ്ടു. ഞങ്ങൾ പെട്ടെന്ന് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ഒരു വാക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. എന്നെ അദ്ദേഹത്തിന് അറിയാം, സോബിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അവൻ്റെ കുടുംബത്തിൻ്റെ സകല കഥകളും. ഇനി ഈ ഷാലോം ഫർണിച്ചർ നോക്കിക്കോണേ, വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായുള്ളൂ. 15 വർഷം മുമ്പ് അവൻ്റെ പപ്പ അവരൊരു ഫർണിച്ചർ ഷോപ്പിന് പേരിട്ടു, ഷാലോം ഫർണിച്ചർ. 10 വർഷത്തിന് ശേഷമാണ് ഷാലോം എന്ന് പറയുന്ന മരുമോൾ ആ വീട്ടിൽ കയറിയേ. അതിനു മുമ്പേ അപ്പൻ കാഴ്ചപ്പാടിൽ ഇട്ട് കഴിഞ്ഞു. ആമേൻ. അതുവരെ ആ ദേവദാസൻ പ്രാർത്ഥിച്ചൊന്നുമില്ല. സൂപ്പർ മാർക്കറ്റിനകത്ത് നിന്നുകൊണ്ട് സംസാരിച്ചു. ഇപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയാമോ? തൻ്റെ കൂടെ നിൽക്കുന്ന ജനത്തെ വചനം പഠിപ്പിക്കുന്നു. അതാണ് ഇമ്പോർട്ടൻറ്റ്. വചനം. ഇത്ര ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാരോട് ഞാൻ പറയട്ടെ, വചനം ഇല്ല എങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. വചനമില്ലാതെ ജീവിക്കരുത്. വചനമില്ലാത്തടത്ത് നിൽക്കാൻ പറ്റത്തില്ല. പറഞ്ഞേ, വചനത്തിന്റെ ശക്തി തിരിച്ചറിയുക. ഈ രാജ്യത്ത് നമുക്ക് വേണ്ടത് ദൈവവചനം വേണം. കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞ്, എനിക്ക് രാജ്യത്ത് വേണ്ടത് ദൈവത്തിന്റെ വചനം വേണം. ദൈവവചനമാണ് എന്നെ നടത്തുന്നത്. ദൈവവചനത്തിന്റെ ശക്തിയാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, നമ്മൾ വായിച്ച ഭാഗം 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ചിന്തിച്ചു. പാസ്റ്റർ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്നത് അത്യന്ത ശക്തിയെ പറ്റിയാണ്. ആണോ? അല്ല, അത്യന്ത ശക്തിയല്ല എൻ്റെ പ്രസംഗ വിഷയം. ദൈവത്തിന്റെ ദാനവും അല്ല എൻ്റെ വിഷയം. മൺപാത്രം. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ മൺപാത്രം. മൺപാത്രം എവിടെയാണ് ദൈവം നിക്ഷേപം എവിടെയാണ് വെച്ചിരിക്കുന്നത്? ചേർന്ന് പറഞ്ഞു. അവിടെ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഈ നിക്ഷേപം ഞങ്ങൾക്ക് എവിടെയാണുള്ളത്? മൺപാത്രം. ഇവിടെ നിങ്ങൾ മൺപാത്രങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഇതെല്ലാം നമ്മളെല്ലാം കർത്താവിന്റെ മൺപാത്രങ്ങളാണ്. നമ്മൾ അവനെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പ്രത്യേക രീതിയിലുള്ളതാന്നേ ഉള്ളൂ. എന്നെ കണ്ട ഇച്ചിരി വലിപ്പം തോന്നും, ചിലരെ കണ്ട ഇങ്ങനെ ഇരിക്കും. ചിലരെ കണ്ട നല്ല വലിപ്പത്തിലുള്ള മൺപാത്രമാണ്. ഇതേ പുറകിലേക്ക് ഇരിക്കുന്നത് നല്ല വലിപ്പമുള്ള മൺപാത്രങ്ങളാണ്, പൊക്കമുള്ള മൺപാത്രമാണ്. ചിലപ്പം പൊക്കം കുറഞ്ഞ മൺപാത്രമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ചേർന്ന് പറഞ്ഞേ, മൺപാത്രത്തിനകത്ത് നിക്ഷേപത്തെ തരുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. മൺപാത്രത്തിനകത്ത് നിക്ഷേപത്തെ തരുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. നമുക്കാകെയുള്ള, നമ്മുടെ മലയാളികളായതുകൊണ്ട് ഞാൻ പറയാം, നമുക്കാകെയുള്ള ഇച്ചിരി നിക്ഷേപം എന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്വർണ്ണമൊക്കെയാണ്. ഞാൻ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് സ്വർണ്ണമുണ്ട്. ഞാൻ വീട്ടിൽ പറയും, സ്കൂളിൽ പോകുമ്പോൾ എന്ത് ചെയ്തോണം? അടുത്ത മണി നല്ല മാല മേടിച്ചോണം. സ്തോത്രം. എന്ത് ചെയ്തോണം? സൂക്ഷിച്ചോണം. വീട്ടിൽ വരുമ്പോൾ റീചെക്ക് ചെയ്യുക. ഞാൻ ഇന്നലെ ബിയൂലയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എസാക്കോട്ട് ഇളയ പെങ്കൊച്ചിന്റെ കമ്മൽ നിലത്ത് കിടന്നു വീഴുന്നു. സ്തോത്ര. നിക്ഷേപത്തെ സൂക്ഷിക്കാൻ നമുക്കറിയാം. വീട്ടിലിരിക്കുന്ന നിക്ഷേപം എവിടെയാണ് നിങ്ങൾ സൂക്ഷിക്കുന്നത്? പറഞ്ഞേ, ലിയാക്കുട്ടി, എവിടെയാ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയാ സൂക്ഷിക്കുന്നത്? ഏറ്റവും സേഫ് ആയിരിക്കുന്നിടത്തല്ലേ പപ്പ? ഏറ്റവും സേഫ് ആയിരിക്കുന്നിടത്താണ് നിക്ഷേപം സൂക്ഷിക്കുന്നത്. പക്ഷേ ദൈവം തന്റെ നിക്ഷേപം സൂക്ഷിക്കുന്നത് എവിടെയാണെന്നറിയാമോ? മൺപാത്രത്തിൽ. ചേർന്ന് പറഞ്ഞ മൺപാത്രത്തിലാണ് ദൈവം തന്റെ നിക്ഷേപത്തെ. സ്തോത്രം. ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കണം. മൺപാത്രത്തിനകത്താണ് ദൈവം തന്റെ നിക്ഷേപത്തെ സൂക്ഷിക്കുന്നത്. നമ്മൾ പറയും മൺപാത്രത്തിന്റെ പ്രത്യേകത പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നതാണ്, പെട്ടെന്ന് തകർന്നു പോകുന്നതാണ്. ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. അയ്യോ, എൻ്റെ അറിവില്ലായ്മയും കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ പ്രസംഗിച്ചു. ദൈവം എവിടെയാണ് നിക്ഷേപം തരുന്നത്? മൺപാത്രത്തിൽ. അതുകൊണ്ട് റിജോ, നീ ആളൊന്നും ആകണ്ട. ദൈവം തീരുമാനിച്ചാൽ ഒരു കുത്തിയാൽ മതി, പൊട്ടിപ്പോകും. ഉള്ളത് മുഴുവൻ എന്ത് ചെയ്യും? ആ മൺപാത്രത്തിന്റെ പ്രത്യേകത ചളങ്ങി പോകത്തില്ല.
അപ്പോൾ അകത്തെ നിക്ഷേപങ്ങളൊക്കെ എന്ത് ചെയ്യും? വിനീഷ് ബ്രദറെ, ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നു. മൺപാത്രത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? പെട്ടെന്ന് പൊട്ടിപ്പോകുമെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ. നമുക്കെല്ലാം നെഗറ്റീവ് സാധനം അറിയത്തുള്ളൂ. പൊട്ടിപ്പോകുന്ന മൺപാത്രത്തെ ലോകത്തിന് അറിയത്തുള്ളൂ. പക്ഷെ ഇന്ന് പകൽ ഞാൻ ഇവിടെ വ്യക്തമായിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, തമ്പുരാന് നമ്മളെ ഭയങ്കര വിശ്വാസമാണ് ദൈവത്തിന്. ഇത് കളയത്തില്ലെന്ന്. നിങ്ങൾ എൻ്റെ കൂടെ എന്ത് കൂടിക്കുന്നു, ചേർന്ന് വചനമൊക്കെ ഒന്ന് കേട്ടെ. ചേർന്ന് കേട്ടിട്ട് അകത്ത് എന്തെങ്കിലും തോന്നുന്നെങ്കിലും ഒന്ന് സ്തോത്രം ചെയ്താൽ മതി. എനിക്ക് നിങ്ങളുടെ സ്തോത്രത്തിന്റെ അകമ്പടി വേണ്ട പ്രസംഗിക്കാൻ. എൻ്റെ ദൈവത്തിന് ഭയങ്കര വിശ്വാസമാണ് മൺപാത്രത്തിനകത്ത് കാര്യങ്ങൾ ചെയ്യാൻ. ഈ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഗ്ലാസ്, പൊട്ടിപ്പോകുന്ന ഗ്ലാസ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയത്തില്ല സൂക്ഷിക്കണേ. അതുകൊണ്ട് നമ്മുടെ ഇവിടെ പിള്ളേർക്ക് ഐക്യയിലെ പ്ലാസ്റ്റിക് ഗ്ലാസ് മേടിച്ച് വെച്ചിരിക്കും. ഇവിടെ മൊത്തം ഐക്യയിലെ പ്ലാസ്റ്റിക് ഗ്ലാസ് ഉള്ള മക്കളുടെ വീട് എത്ര വീട്ടിലുണ്ട്? ഇവിടെ ഈ കൈ പൊക്കിയവരെല്ലാം പിള്ളേരുള്ള വീട്ടിലാണ്. എന്താ അവൻ്റെ ഗ്ലാസ് കൊടുക്കുന്നത്? പോയാലും എന്ത് ചെയ്യരുത്? പൊട്ടിപ്പോകരുത്. നമ്മൾ അത്ര കൺസേൺ ആണ്. പക്ഷേ എൻ്റെ തമ്പുരാൻ, എൻ്റെ യേശു കർത്താവ് നിക്ഷേപം പകർന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറയുന്ന മൺപാത്രത്തിനകത്താണ് ദൈവം നിക്ഷേപത്തെ ഇട്ടിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിലെ കരങ്ങൾ ഉയർത്തി പറഞ്ഞ്, അപ്പാ നിന്റെ വിശ്വാസത്തിനായിട്ട് നന്ദി. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഒരു മിനിറ്റ്. നമ്മൾ ദൈവത്തെ വിശ്വസിക്കേണ്ടല്ലേ? പക്ഷെ ദൈവത്തിന് ഈ കാര്യത്തിൽ നമ്മളെ വിശ്വാസമാണ്. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറയാവോ അനിത സിസ്റ്ററെ? നമുക്ക് ദൈവത്തെ വിശ്വാസമാണെന്നാണോ പറയാൻ പോണേ? ഇന്ന് നമ്മൾ തിരിച്ചു പറയാൻ പോവാ. പപ്പ, നമ്മളെ ദൈവത്തിന് എനിക്ക് ദൈവത്തെ ഭയങ്കര വിശ്വാസമാണ്. ഓക്കെ, പക്ഷെ എൻ്റെ ദൈവത്തിന് എൻ്റെ ദൈവത്തിന് എന്നെ ഭയങ്കര വിശ്വാസമാണ്. ദൈവത്തിന് ബിനോയ് ചാനെ വിശ്വാസമാണ്. ദൈവത്തിന് സാജന വിശ്വാസമാണ്. ദൈവത്തിന് ജിം ജോയെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് മൺപാത്രത്തിൽ ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ചേർന്ന കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി സ്തോത്രം ചെയ്തേ. പൊട്ടിപ്പോകാൻ, നശിച്ചു പോകാൻ, തകർന്നു പോകാൻ സാധ്യതയുള്ള മൺപാത്രത്തിനകത്ത് ദൈവം നിക്ഷേപത്തെ തന്നത് എന്തിനാണെന്നറിയാമോ? പൊട്ടിച്ചു കളയാനല്ല. എന്നെ ഭയങ്കര വിശ്വാസമാണ്. ഇന്ന് രാത്രിയിൽ ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ ആ വേട് പറയാം. ദൈവത്തിന് നിന്റെ ഭയങ്കരം. ഭർത്താവിന് വിശ്വാസമില്ല, ഭാര്യയ്ക്ക് വിശ്വാസമില്ല, മക്കൾക്ക് സ്വയമായിട്ട് വിശ്വാസമില്ല. പക്ഷെ ദൈവം കരങ്ങളൊന്നും നെഞ്ചത്തോട് വെച്ചിട്ട് പറഞ്ഞ്, എൻ്റെ ദൈവത്തിന് ബ്രസീല സിസ്റ്റർ പറഞ്ഞേ ആമേൻ. രഞ്ജുവിനില്ലാത്ത വിശ്വാസം എൻ്റെ ദൈവത്തിന് എന്നിലുണ്ട്. എന്നിൽ ദൈവത്തിന് വിശ്വാസമുണ്ട്. നിങ്ങളുടെ ഭർത്താവിനില്ലാത്ത വിശ്വാസം, നിങ്ങളുടെ ഭാര്യയ്ക്കില്ലാത്ത നിങ്ങളിലുള്ള വിശ്വാസം എൻ്റെ ദൈവത്തിന് നിങ്ങളുടെ മേലുണ്ട്. അത് വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങളൊക്കെ ഒന്ന് അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ്, നിന്നെ ദൈവത്തിന് വിശ്വാസമാണ്. അതുകൊണ്ടാണ് ദൈവം ചിലതൊക്കെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം ചില കാര്യങ്ങൾ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. മക്കൾ, ഈ കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തിനാ? നിങ്ങളുടെ ചെറുപ്പത്തിൽ കിട്ടിയത് മുഴുവൻ അങ്ങോട്ട് കൊടുക്കാൻ. ചില പേരൻസ് പറഞ്ഞിട്ടുണ്ട്, എന്നെ നല്ലവണ്ണം ഉപദ്രവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആരാണ്ട് പറയുന്നത് കേട്ട്, 2 ചെവിക്കും പിടിച്ചിട്ട് കറക്കി എടുത്ത് ഒട്ടിച്ച്. സ്വന്തം പിള്ളേരെ പറ്റി പറയുകയാണേ. എന്നാ ചെയ്യണ്ടേ? നിങ്ങളെന്തിനാ നോക്കുന്നു? നിങ്ങളല്ല. ആരാ ഇങ്ങനെ ഒരു കമൻറ്റ് പറഞ്ഞു, എനിക്ക് അവനെ ഉണ്ടല്ലോ, എനിക്ക് അവളെ ഉണ്ടല്ലോ, 2 ചെവിയും കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ കോഴിയുടെ ഒക്കെ മുടി പറിക്കുന്നത് പോലെ ഇങ്ങനെ പറിച്ചിട്ട് ഭിത്തിയിൽ ഒട്ടിക്കാൻ. അതിനാണ് ദൈവം മക്കളെ തന്നെ. ആരോ പറഞ്ഞതാ, അതിനാണ് മക്കളെ തന്നെ. ദൈവത്തിന് വിശ്വാസമാണ് നീ വളർത്തിയെടുക്കുമെന്ന്. ദൈവത്തിന് നിന്നെ ഭയങ്കര ട്രസ്റ്റാണ്. നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം പോലെ ദൈവത്തിന് എന്നെ ഭയങ്കര വിശ്വാസമാണ്. ചേർന്ന കരങ്ങൾ ഉയർത്തി. അപ്പം നിങ്ങൾ നോക്കി, അത്യന്ത ശക്തി, നിങ്ങൾ കേട്ട അത്യന്ത ശക്തി, അത് ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. ദാനമെന്ന് വരേണ്ടതിന് ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? അത് നിക്ഷേപം, അത് ട്രസ്റ്റ്, ഒരു ട്രഷറാണ്, അതൊരു നിക്ഷേപമാണ്. ആ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. അപ്പം മൺപാത്രത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ അറിവില്ലായ്മ ഞാൻ പ്രസംഗിച്ചു പപ്പ. ഇതിനെ പൊട്ടിച്ച് കളയാൻ, പൊട്ടിപ്പോകുന്നതുകൊണ്ടല്ല, ഉറപ്പാണ് ദൈവത്തിന്. കർത്താവിന് ചിലതിന് ഉറപ്പാണ്. കർത്താവിന് ഉറപ്പാണ്. ഈ മൺപാത്രത്തിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയോ? പറഞ്ഞേ, കൂജയ്ക്കകത്ത് വെള്ളം വെച്ചവരാരോ ഉള്ളേ? ഫ്രിഡ്ജ് വെച്ച് കിട്ടുന്നതിനോ ആ സുഖമാണ്. മൺപാത്രത്തിലെ വെള്ളം, മൺപാത്രത്തിൽ പണ്ടുണ്ടായിരുന്നു മൺചട്ടിക്കകത്ത് മീൻകറി. ഇപ്പോൾ അതിൻ്റെ ആ പുതിയ വേഷനാണ് ചട്ടിച്ചോറ്. നിങ്ങളാരും കേട്ടിട്ടില്ല, ഒന്നുമില്ല.
എന്തോ ഈ മൺപാത്രത്തിനകത്ത് എന്തോ പ്രത്യേകതയുണ്ടെന്ന്. ഇനി പോട്ടെ, മനുഷ്യന്റെ പ്രത്യേകത ഇവിടെ. എന്തുകൊണ്ടാണ് കർത്താവ് ഈ ദാനത്തെ മൺപാത്രത്തിൽ വെക്കുന്നത്, ഈ ദാനത്തെ മൺപാത്രത്തിൽ വെക്കുന്നത്? ഞാൻ ഒറ്റ വാക്ക് പറയാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ബൈബിളാണ് എൻ്റെ അടിസ്ഥാനം. വായിച്ചേ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 14 വാക്യം. യിരെമ്യാവ് 32:14. ഇസ്രായേലിൻ്റെ, നിങ്ങൾ ഈ വേട് മറക്കരുത്, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുദ്രയിട്ടിരിക്കുന്നതും തുറന്നിരിക്കുന്നതുമായ ഈ ആധാരങ്ങളെ മേടിച്ച് അവ ഏറിയ കാലം നിൽക്കാൻ തക്കവണ്ണം. അപ്പം മൺപാത്രത്തിൽ വെച്ചാൽ അതിൻ്റെ ഗുണം ലോങ് ലൈഫാ. കർത്താവ് മൺപാത്രത്തിൽ നിക്ഷേപം ഇടാൻ കാരണം എന്നറിയാം, പൊട്ടിച്ച് കളയാൻ വേണ്ടിയല്ല. കർത്താവിനറിയാം ഇത് ഏറിയ കാലം. ഇതെന്നതാ വെക്കുന്നത്? ആധാരം, പേപ്പർ ചുരുള്. ആധാരം എവിടെ വെക്കുന്നത്? ഏറ്റവും സേഫായ സ്ഥലം. നമ്മുടെ ആധാരം എവിടെ ഇരിക്കും? മിക്കവരുടെ ആധാരം ബാങ്കിലാണെന്ന് എനിക്കറിയാം. അല്ലാത്തവരുടെ എല്ലാ ആധാരം എവിടെ ഇരിക്കുന്നത്? നല്ല സേഫായിരിക്കുന്ന നിങ്ങളുടെ ഗോദ്രേജിൻ്റെ അലമാരയ്ക്കകത്ത് അകത്ത് കയറ്റി അതിനകത്തെ മുറിക്കകത്താണ്, ആ ഇതിനകത്താണ് ആധാരം വെച്ചിരിക്കുന്നത്. പക്ഷേ പഴയ നിയമത്തിൽ അങ്ങനെ ഒരു സുരക്ഷിതമായ സ്ഥലം ഗോദ്രേജിൻ്റെ ലോക്കർ അവർക്കില്ലായിരുന്നത് കൊണ്ട് ആമേൻ പഴയ നിയമത്തിൽ എവിടെയാ അവർക്ക് അവർ സൂക്ഷിക്കേണ്ട, തലമുറയായി കൈമാറേണ്ട അവരുടെ നിക്ഷേപങ്ങൾ വെച്ചിരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മൺപാത്രത്തിലാണ് നിക്ഷേപങ്ങൾ വെച്ചിരുന്നത്. റീസൺ, മൺപാത്രത്തിൽ വെക്കാനുള്ള കാരണം അവിടെ തന്നെ എഴുതി. ജോമോൻ്റെ കണ്ടെത്തലല്ല, അവിടെ തന്നെ എഴുതി. ഏറിയ കാലം ചെതലടിച്ചു പോകാതെ. ഇന്ന് ഒത്തിരി പേരുടെ ആധാരം കണ്ടിട്ടില്ലേ? ചെതലൊക്കെ കയറി നശിച്ചു പോയിരിക്കുന്നു. പക്ഷെ ചെതലടിച്ചു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ, ഒന്നിനും നഷ്ടപ്പെടുത്തി കളയാൻ പറ്റാത്ത നിലയിൽ മൺപാത്രത്തിനകത്ത് ആധാരത്തെ സൂക്ഷിപ്പിക്കാൻ പിതാവായ ദൈവ തൻ്റെ മക്കൾക്ക് നിർദ്ദേശം കൊടുത്തെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, മൺപാത്രത്തിനകത്ത് ദൈവം തൻ്റെ നിക്ഷേപത്തെ പകർന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അത് നഷ്ടപ്പെടത്തില്ലെന്നെ ദൈവത്തിൻ്റെ ഉറപ്പാണ്. ശാലോമിൻ്റെ മേൽ ദൈവത്തിൻ്റെ നിക്ഷേപം ഇട്ടതിൻ്റെ പ്രത്യേകത ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കളയാനല്ല. ദൈവത്തിനറിയാം അത് അവിടെ മേൽ വീണാൽ അതൊരിക്കലും നഷ്ടമല്ല. വിശ്വസിക്കുന്നവരെ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി. കർത്താവിൻ്റെ സംരക്ഷണം മനസ്സിലാക്കുന്നവർ ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ്, യേശുവിൻ്റെ സംരക്ഷണം മനസ്സിലാക്കുന്നവർ ചേർന്ന് കരങ്ങളൊക്കെ ഒന്ന് അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ്. നീ നശിച്ചു പോകാൻ ദൈവത്തിന് താല്പര്യമില്ല, നീ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം സൂക്ഷിക്കുന്നു. നമ്മുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും സുരക്ഷിതമല്ലാത്ത പാത്രം മൺപാത്രം. പക്ഷെ തമ്പുരാൻ്റെ കാഴ്ചപ്പാടിൽ പറയുന്നു ഏറ്റവും സുരക്ഷിതമായ സ്ഥലം. വാവ്! ഈ ആഴ്ചയിൽ ഈ ധൈര്യത്തോടെ പോകണം. ദൈവം നിങ്ങളെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു, എന്നെ കൊള്ളത്തില്ല, ഈ 4.5 അടി പൊക്കമുള്ള എന്നെ കൊള്ളത്തില്ല. ആമേൻ, സ്തോത്രം. ഇങ്ങനെ ഇരിക്കുന്ന എന്നെ കൊള്ളത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് പറയുന്നു, അവനും നിന്നെ ഭയങ്കരം ഉറപ്പാണ്, നിന്നെ ഭയങ്കരം വിശ്വാസമാണ്. ആമേൻ, സ്തോത്രം. അനുസരിച്ച് ഇന്ന് നിങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല, പക്ഷെ ദൈവത്തിന് നിന്നെ ഭയങ്കരം വിശ്വാസമാണ്. ഈ ദൂത് നീ കേട്ടോണ്ട് പോകൂ. നിനക്ക് നിന്നെ നോക്കിക്കൊണ്ട്, നിങ്ങളെ നോക്കിക്കൊണ്ട് സ്വയമായിട്ട് ആമേൻ ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിലും എൻ്റെ ദൈവത്തിന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഭയങ്കരം കോൺഫിഡൻസ് ആണ്, ഭയങ്കരം കോൺഫിഡൻസ് ആണ്, ഭയങ്കരം കോൺഫിഡൻസ് ആണ് എൻ്റെ ദൈവത്തിന്. പറയാൻ പറ്റും, എന്നെ നോക്കി ദൈവത്തിന് ഭയങ്കര കോൺഫിഡൻസ് ആണ്. God trust you. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു. പക്ഷേ യേശു പറയുന്നു, എനിക്ക് നിന്നെ കാണുമ്പം ഭയങ്കര ധൈര്യവാടാ. നിന്റെ അകത്ത് ഈ സാധനം കിടക്കും. മൺപാത്രത്തിൽ ഇത് കിടക്കുന്നിടത്തോളം കാലം ഇത് നഷ്ടപ്പെട്ടു പോകത്തില്ല എന്ന് ചേർന്ന് പറഞ്ഞ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിൻ്റെ നിക്ഷേപങ്ങൾ അത് മൺപാത്രത്തിനകത്ത് ദൈവം സൂക്ഷിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ നിക്ഷേപങ്ങളെ മൺപാത്രത്തിനകത്ത് ദൈവം സൂക്ഷിച്ചിരിക്കുന്നു. അത് നഷ്ടപ്പെടുത്തി പോകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നഷ്ടമാക്കി കളയരുത്. കാരണം കർത്താവ് ഇത് നമുക്ക് തുറന്നു തന്നതാണ്. ഞാൻ 1-2 വാക്യങ്ങളോടെ വായിപ്പിക്കാം. ഒന്ന് വായിച്ചേ. ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഞാൻ ഈ ഒരു മെസ്സേജായിട്ടല്ല വന്നത്. ഇന്ന് ഇവിടെ വന്നിരുന്ന ഞാൻ സാധാരണ എൻ്റെ മെസ്സേജ് കൊണ്ടിരുന്നാണ്ട് ആ ബുക്കിൽ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവ് നൽകിയ 1-2 ചിന്തകളാണ് ഞാൻ പറഞ്ഞേ. നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ, ശിഷ്യന്മാരുടെ യേശു പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ
ആ കാണാൻ ഏറിയ പ്രവാചകന്മാരും പ്രവാചകന്മാർ കാണാത്തത് നിങ്ങളുടെ മുമ്പിൽ കണ്ടു. ശിഷ്യന്മാരോട് പറയുക, യേശുവിനെ പറ്റി തന്നെ പറയുക, ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ട് കണ്ടില്ല. നിങ്ങൾ ഈ കേൾക്കുന്നതിനെ കേൾപ്പാൻ എന്ന് കണ്ടോ, അവിടെ എന്ന് പറയുന്നൊന്നും എല്ലായിടത്തും എഴുതിയിരിക്കും, എന്ന് പ്രത്യേകം പറയുന്നു. കർത്താവ് പറയുകയാണ്, നമ്മളെക്കാളും ശ്രേഷ്ഠന്മാരായിരിക്കുന്ന പ്രവാചകന്മാർ പഴയ നിയമത്തിലുണ്ടായിരുന്നു. അവർ കേൾക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ അവർക്ക് എന്ത് പറ്റിയില്ല? യേശുവിനെ. അവർ വിചാരിച്ചു അവരുടെ കാലഘട്ടത്തിൽ വരുമെന്ന്. ഈ പൗലോസ്ലീഹ പോലും വിചാരിച്ചു തൻ്റെ കാലഘട്ടത്തിൽ വരുമെന്ന് വിചാരിച്ചേ. അതുകൊണ്ടാണ് പൗലോസ്ലീഹയുടെ കാര്യത്തിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടുള്ള വാക്യം വായിക്കുന്നില്ലേ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ആദ്യം എന്തു ചെയ്യും? അവനിൽ മരിച്ചവർ എന്തു ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹ പറയാണ്, പൗലോസ്ലീഹ പ്രതീക്ഷിച്ചു തൻ്റെ കാലഘട്ടത്തിൽ എന്തു ചെയ്യും. അതുകൊണ്ടാണ് പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ നല്ല ശേഷിക്കുന്ന നാം എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹയും കൂടെ കൂട്ടത്തിൽ വെച്ച് പറയുകയാണ് നമ്മുടെ കാലഘട്ടത്തിൽ സംഭവിക്കും. യേശുക്രിസ്തു എന്ന് പറയുന്ന ഏറ്റവും വലിയ നിധിയാണ് പ്രിയരെ. ലോകത്തിൽ നിങ്ങൾ കണ്ടെത്തിയ ഏറ്റവും വലിയ നിധി ഏതാണെന്നറിയാമോ? യേശുക്രിസ്തു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം അഹമ്മദാബാദിൽ ഒരു വലിയ ഫ്ലൈറ്റ് ദുരന്തമുണ്ടായി. അതിനുശേഷം ലോകം മുഴുവൻ പറഞ്ഞു ഏറ്റവും ലക്കി നമ്പർ ഏതാണെന്നറിയാമോ? 11A. ഏറ്റവും ലക്കി നമ്പർ. ആ ദുരന്തത്തിനകത്തുനിന്ന് ഒരു മനുഷ്യൻ മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ടു. ഞാൻ പറയുന്നു, ഏറ്റവും ലക്കി ആയിരിക്കുന്ന ഏറ്റവും പ്രീഷ്യസ് ആയിരിക്കുന്ന ഗിഫ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ് നിനക്ക് നൽകിയ തലമുറ അല്ല. നിന്റെ ഭർത്താവ് നിനക്ക് നൽകിയ ഗിഫ്റ്റ്, ഭാര്യ നിനക്ക് നൽകിയ ഗിഫ്റ്റ്, കുഞ്ഞുങ്ങളൊന്നുമല്ല. ഏറ്റവും വലിയ ഗിഫ്റ്റ് ജീവിതയാത്രയിൽ കണ്ടുമുട്ടേണ്ടവനെ കണ്ടുമുട്ടാൻ. ഈ പപ്പ പറഞ്ഞതുപോലെ ഒരു കോൺഫറൻസിന് ചെറുപ്പത്തിൽ പോയപ്പം കണ്ടുമുട്ടിയ ആ യേശുവിനെ കണ്ടുമുട്ടാൻ കൃപ നൽകിയില്ലേ? ഞാൻ പറയുന്നു, പപ്പായുടെ ജീവിതത്തിൽ 2 കുഞ്ഞുങ്ങൾ ഉണ്ടായതിനേക്കാൾ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നാന്ന് ചോദിച്ചാൽ ആ ചെറുപ്പത്തിൽ കണ്ടുമുട്ടിയ യേശു മാറിപ്പോകാതെ ഈ സമയത്തും കൂടെ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ധൈര്യം. ഇന്ന് പകൽക്കാലം ചേർന്ന് പറഞ്ഞേ, ഈ കേരളത്തിൽ ഞാൻ കേരളത്തിൻ്റെ സിറ്റുവേഷനിൽ പറയാം. അയർലൻഡിൻ്റെ ബെമ്പർ അടിച്ചില്ലേലും, അയർലൻഡിൻ്റെ കോടിക്കണക്കിന് പണം നിന്റെ കൈ കിട്ടിയില്ലേലും, കേരളത്തിലെ ക്രിസ്മസ് ബെമ്പറോ ഓണ ബെമ്പറോ അടിച്ചില്ലേലും, നിന്റെ അക്കൗണ്ടിനകത്ത് 10,000 യൂറോ ഇല്ലെങ്കിലും ആ കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞ ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവാൻ. കാരണം എനിക്ക് കിട്ടേണ്ടവനെ കിട്ടിയിട്ടുണ്ട്, എനിക്കറിയാവുന്നവൻ ഒരുവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, യേശുവിന് ആരാധന കൊടുത്ത് ഒരു മിനിറ്റ് യേശുവിന് ആരാധന കൊടുത്ത് ഒരു മിനിറ്റ് യേശുവിന് ആരാധന കൊടുത്ത് അറിയേണ്ടവനെ അറിയാൻ, തിരിച്ചറിയേണ്ടവനെ അറിയാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഒരു പഴയ പാട്ടുണ്ട്, സ്വർഗീയ വിളി കേൾപ്പാൻ ഭാഗ്യം ലഭിച്ചവൻ ഞാൻ, സ്വർഗീയ വിളി കേൾപ്പാൻ ഭാഗ്യം ലഭിച്ചവൻ ഞാൻ, കൃപയാ 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 സ്വർഗീയ വിളി കേൾപ്പാൻ. ഇന്ന് പകൽ ഞാൻ പറയാം, ഇന്ന് പകൽ ആ കരങ്ങളൊന്ന് ഉയർത്തി നിങ്ങളുടെ ജീവിതത്തിൽ ചേർന്ന് പറഞ്ഞു, ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ നിധി. സാജൻ ബ്രദറെ, ജീവിതത്തിൽ ഏറ്റവും വലിയ നിധി സിസ്റ്ററാണോ? കുഞ്ഞന് ഒരു മോളേ ഉള്ളൂ, മോളാണോ? അഡോണാണോ മോനെ? വിൻസെൻ്റ് ബ്രദറാണോ? അല്ല. ആരാണ് ഏറ്റവും വലിയ നിധി? ഇതറിയാൻ പ്രവാചകന്മാർ കൊതിച്ചു അതൊന്ന് കിട്ടാൻ. എനിക്കൊന്ന് 119 സങ്കീർത്തനം 18 വാക്യം വേഗം ഒന്ന് വായിച്ചേ. 119 സങ്കീർത്തനം 18 വാക്യം. എൻ്റെ ഓർമ്മയിൽ ആ വേടുകൾ പറയുന്നേ.
നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണെന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ വേടിൻ്റെ അർത്ഥം മനസ്സിലായോ? ന്യായപ്രമാണത്തിനകത്ത് എന്നാ ഉണ്ട്? ഇതൊരു നിക്ഷേപമാണ്, ഇതൊരു അത്ഭുതമാണെന്ന് അടുത്ത വാക്ക് പറയുന്നു. ദാവീദ് പറയാണ് എൻ്റെ കണ്ണെന്ത് ചെയ്യണം? ദാവീദിന് കണ്ണ് തുറന്നു കൊടുത്തോ? ഈ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നടക്കരുത്. നമ്മുടെയൊക്കെ ദൈവം തുറന്നു തന്നു. നിൻ്റെ ന്യായപ്രമാണത്തിൽ ഒരു അത്ഭുതമുണ്ട്. ദാവീദ് പ്രാർത്ഥിക്കുക, കർത്താവേ, പിതാവിനോട് പ്രാർത്ഥിക്കുക, നിൻ്റെ പുത്രനാണ് ഞങ്ങളുടെ അത്ഭുതം. ഇതൊന്ന് കാണാൻ എൻ്റെ കാലഘട്ടത്തൊന്ന് നടക്കണേ, ദാവീദിൻ്റെ കാലഘട്ടത്തിൽ ഒന്ന് നടക്കണേ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ എന്നെ കേൾക്കുന്നോ? നിങ്ങൾക്ക് വചനം കേൾക്കണ്ടേ? വചനം വാർത്താലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. കാണാൻ കണ്ണ് തുറക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വാക്കില്ലെങ്കിലും ദൈവം ദാവീദിനോട് പറഞ്ഞു, ഇത്രയും കണ്ടത് മതി, ഇത് കാണാൻ എനിക്കൊരു തലമുറ എഴുന്നേൽക്കാൻ പോകുന്നുണ്ട്. ഇത് കാണാൻ ഒരു തലമുറ എഴുന്നേൽക്കാൻ പോകുന്നുണ്ട്. ആ തലമുറയോടെയാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ദാവീദിനോട് പറഞ്ഞു, നീ ഇത്രയും കണ്ടാൽ മതി, ഇത്രയും നീ പ്രവചിച്ചാൽ മതി, ഇത് കാണാൻ ദൈവം ഒരു തലമുറയെ ഇവിടെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ പറഞ്ഞേ, ആ തലമുറയ്ക്കകത്ത് എനിക്ക് ജീവിപ്പാൻ. ഹല്ലേലൂയ. 2025 ആ തലമുറയോടൊപ്പം നിൽപ്പാൻ കർത്താവ് തന്ന അവസരത്തിനായി സ്തോത്രം. ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് പറയാം. എബ്രായർ 1:1 ദൈവം പണ്ട് ഭാഗമായും വിവിധം എന്ന് പറഞ്ഞാൽ ദൈവം പണ്ട് ഇതിനെ നിങ്ങൾ കേട്ട്, ദൈവം പണ്ടെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പറയാം, യേശു ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടം. ദൈവം പണ്ട് എങ്ങനെയാ കൊടുത്തേ? ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാ? മുഴുവനായിട്ട് കൊടുക്കത്തില്ല, കുറച്ച്. നിങ്ങൾ കേട്ടില്ല. കുറച്ച് കൊടുത്തു ടേസ്റ്റ് ചെയ്യിച്ചു. അവർക്ക് ആഗ്രഹം കയറി. ഇന്ന് ഒത്തിരി കൊടുക്കുമ്പോഴാണ് ഇതിനോട് വെറുപ്പ് തോന്നുന്നത്. കുറച്ച് കൊടുത്തു നോക്കിയേ. ദൈവം പണ്ട് എങ്ങനെയാ കൊടുത്തേ? ദാവീദിന് കുറച്ച് ഭാഗം കൊടുത്തു. ദാവീദിന് കൊടുത്ത ഭാഗമാണ് 22-ാമത്തെ ദാവീദ് സങ്കീർത്തനം. 22-ാമത്തെ സങ്കീർത്തനം, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. യെശയ്യാവിന് കുറച്ച് ഭാഗം കൊടുത്തു. 7-ാം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. മൊത്തം കൊടുത്തില്ല. ദൈവം പണ്ട് എങ്ങനെയാണ് കൊടുത്തേ? എൻ്റെ കൂടെ ഉണ്ടോ? വചനം പഠിക്കണം. ദൈവം പണ്ട് ഭാഗമായും വിവിധമായിട്ടും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയാം, എന്നെ പ്രൊമോ വീഡിയോയോ എന്തുവാ അങ്ങനെ പറയുന്നത്? എന്തുവാ? ടീസറോ? പറഞ്ഞ മോനെ, ടീസർ 2 മണിക്കൂറുള്ള മൂവി, 2.5 മണിക്കൂറുള്ള മൂവി എത്ര മിനിറ്റ് കൊണ്ട് കാണിക്കും? 2 മിനിറ്റ് കൊണ്ട് കാണിക്കും. ആ 2 മിനിറ്റിലെ മൂവി അത് കാണുമ്പോഴത്തേന് നമ്മുടെ അകത്ത് മുഴുവൻ എന്ത് ചെയ്യുക? 2.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? താല്പര്യം വരിക. പഴയ നിയമ ഭക്തന്മാർക്ക് മുഴുവൻ എന്താ കാണിച്ചേ? മനസ്സിലായോ? യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ടീസറാ കാണിച്ചേ. ഒരാൾക്ക് ക്രൂശീകരണം കൊടുക്കുന്നു, ഒരാൾക്ക് ജനനം കൊടുക്കുന്നു. പഴയ നിയമകാലത്ത് മുഴുവൻ ടീസറാ കാണിച്ചേ. ദൈവം പണ്ട് ഭാഗം ഫുള്ള് കൊടുത്തില്ല, ഫുൾ മൂവി കൊടുത്തില്ല, ഫുള്ള് സാധനം കൊടുത്തില്ല. ദൈവം പണ്ട് പിതാക്കന്മാർക്ക് ഭാഗമായും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് എന്ത് ചെയ്തു? എങ്ങനെ അരുളി ചെയ്ത? പ്രവാചകൻ മൊത്തം പ്രവചിച്ചില്ല, കുറച്ച്, അല്പം, കുറച്ചെടുത്ത് എന്ത് ചെയ്തു? പ്രവചിച്ചു. അരുളി ചെയ്തിട്ട് അടുത്ത വേട്, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് എന്ത് ചെയ്തിരിക്കുന്നു? അന്ന് ടീസർ കണ്ടത് മുഴുവൻ, അന്ന് പ്രൊമോയായി കണ്ടത് 2 മിനിറ്റ് മുഴുവനും കർത്താവ് നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്തു? തുറന്നു വെച്ച്. അതാ ഞാൻ പറഞ്ഞ, നമ്മളാണ് ഏറ്റവും വലിയ. ദാവീദിന് കിട്ടാത്ത ഭാഗ്യം, യെശയ്യാവിന് കിട്ടാത്ത ഭാഗ്യം, ഇരമ്യാവിന് കിട്ടാത്ത ഭാഗ്യം, പഴയ നിയമ വിശുദ്ധന്മാർക്ക് ആർക്കും ലഭിക്കാത്ത ഭാഗ്യം. കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിൾ നോക്കി, അല്ലെങ്കിൽ കരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കരങ്ങൾ നോക്കി പറഞ്ഞു, കർത്താവേ, നിന്നെ കാണാൻ, നിന്നെ അനുഭവിപ്പാൻ ആ നിക്ഷേപം എൻ്റെ അകത്ത് ദൈവം പകർന്നതിനായി സ്തോത്രം. നീ ലക്കിയാണ്. നീയാണ് ഏറ്റവും ഭാഗ്യവാൻ. പഴയ നിയമ പിതാക്കന്മാർ മുഴുവൻ ആഗ്രഹിച്ചിട്ട് കിട്ടാത്തത്, പഴയ നിയമ പ്രവാചകന്മാർ മുഴുവൻ ആഗ്രഹിച്ചിട്ട് കിട്ടാത്തത് ദൈവം നിനക്ക് നൽകി.
ഈ അയർലൻഡിനകത്ത് ഇപ്പോൾ ഈ സഭയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണെന്നറിയാമോ? ആ വെളിപ്പാട് ഇവിടെ തുറന്നുകൊണ്ടിരിക്കുകയാ. ആമേൻ. ഇപ്പോഴും ആരാ? ഇപ്പോഴും ഇതുപോലെ വേണ്ടും വിധം മനസ്സിലാകാതെ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ എന്നാണെന്ന് മനസ്സിലാകാതെ, യേശുക്രിസ്തുവിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാകാതെ ഒരു കൂട്ടം നടക്കുമ്പോൾ ദൈവം വിളിക്കുന്നു. രക്ഷയ്ക്കകത്തേക്ക് ദൈവം വിളിക്കുകയാണ്. പണ്ട് ഭാഗമായും വിവിധമായിട്ടും പിതാക്കന്മാർ, പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് പകൽക്കാലം ചേർന്ന് പറഞ്ഞു ഇനിയൊന്നുമില്ല. കാൽവറിയിൽ കടന്നുകൊണ്ട് യേശു കർത്താവ് ഏറ്റവും അവസാനം പറഞ്ഞ വാക്കുകളാണ് ടെറ്റലസ്റ്റായി, നിവൃത്തിയായി. ഇനിയൊന്നുമില്ല. നമ്മളതിനൊന്ന് അനുഭവിച്ചാൽ മാത്രം മതി, അതിനൊന്ന് സ്വീകരിച്ചാൽ മാത്രം മതി. ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്നവർ നിങ്ങളുടെ നല്ല പ്രായത്തിലാണ് യേശുവിനെ സ്വീകരിച്ചേ. പക്ഷെ നമ്മളെക്കാളും ഭാഗ്യവരാ ഈ കുഞ്ഞുങ്ങൾ. ഈ ജോസേറയൊക്കെ ജനിച്ചപ്പോൾ തൊട്ട് ഇതിനകത്താണ് കയറി നിൽക്കുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ട 14-ാമത്തെ വയസ്സിലാണ് യേശുവായിട്ടുള്ള ബന്ധത്തിലേക്ക് വരാൻ തുടങ്ങി. 14 അല്ല, അവൻ ഏകദേശം 18 വയസ്സുള്ളപ്പോഴാണ് യേശുക്രിസ്തുവിനെ രുചിച്ചറിയാൻ പറ്റിയേ. നിങ്ങൾ യേശുവിനെ കണ്ടതെന്നാണ്? സമയം വല്ലതും ഉണ്ടോ? പ്രായം വല്ലതും ഉണ്ടോ? അത്രയും വയസ്സായില്ലേ? 19-18 എൻ്റെ അനുഭവം പറഞ്ഞേ. പക്ഷേ ഈ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചപ്പോൾ തൊട്ടേ ഇതിനകത്താണ് ജീവിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പറയുന്നത്, അതിനേക്കാളും ഭാഗ്യവാന്, നമ്മളെക്കാളും ഭാഗ്യവാന്മാരെ ഇത്. ഇനിയും ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. ഒത്തിരി പേര് അവർക്ക് യേശുവിനെ അറിയാം, യേശു കൊടുത്ത കാര്യങ്ങൾ അറിയാം, തിരുവചനം അറിയാം. പക്ഷെ ഇന്ന് പകൽക്കാലം ക്രിസ്തുവിലൂടെയുള്ള ആ അപൂർണ രക്ഷ ഒറ്റ വേട് ഭാഗം വായിച്ചു. മത്തായി 22:19 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. 19 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ഈ ടാക്സ് കൊടുക്കുന്ന കാര്യം വന്നു. അപ്പം ശിഷ്യന്മാരെ യേശുവിനെ പരീക്ഷിക്കേണ്ടതിന് അവൻ്റെ അടുക്ക വന്നിട്ട് ചോദിച്ചു, മോളെ 18 വെച്ച് 18 വായിക്കും. 17 നിനക്കെന്ത് തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞത്. യേശുവിനെ കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണേ, യേശുവിനെ കൊടുക്കാനുള്ളൊരു ചോദ്യം. നിങ്ങൾ എന്ത് ചെയ്യുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് അല്ലയോ എന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. യഹൂദന്മാർ യേശുവിൻ്റെ അടുക്ക് വന്നതാ. അടുത്ത വാക്ക്, യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു. കപടഭക്തിക്കാരെ, എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? ഒരു നാണയം കൊണ്ടുവരുവിൻ പറഞ്ഞു. അവർ അവൻ്റെ അടുക്കൽ വെള്ളിക്കാശ് കൊണ്ടുവന്നു. എന്ത് കൊണ്ടുവന്നു? ഇനി എല്ലാവരും കേട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചോണം. നമ്മളിപ്പം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ പോവാ, ശ്രദ്ധിച്ചോണം. അവൻ അവരോട് ഈ സ്വരൂപവും മേലെടുത്തും കൈസർക്കുള്ളത് ദൈവത്തിനുള്ളത് ആ ദൈവത്തിന് കൊടുക്കുന്ന നിർത്തിക്ക്. പിന്നെ ദൈവത്തിന് എവിടെ നിന്ന് പുതിയ നോട്ട് പോലെ അടിക്കണോ? ഇപ്പം കയ്യിരിക്കുന്ന നാണയം മുഴുവൻ ആരുടെ പേരിലുള്ള നാണയമാ? ഇനിയിപ്പം റോമൻ്റെ നാണയം വിട്, ഇന്ത്യയിലെ അശോകചക്രം ഇല്ലാത്ത നാണയം ദൈവാലയത്തിൽ കൊണ്ടിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ, അശോകസ്തംഭം ഇല്ലാത്ത പണം ദൈവാലയത്തിൽ കൊണ്ടുവന്നാൽ മതി, സ്തോത്രകാഴ്ച ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും ഇടാൻ പറ്റുമോ? പറഞ്ഞേ, ഇടാം. കള്ളനോട്ട് അടിക്കേണ്ടി വരും, അല്ലെങ്കിൽ അശോകസ്തംഭം ഇല്ലാത്ത പണം കൊണ്ടിടേണ്ടി വരും. അങ്ങനെയല്ലേ പറഞ്ഞേ? എന്നാൽ കൈസർക്കുള്ളത് അപ്പം ദൈവത്തിന് ഇവിടുന്ന ഇവിടുത്തെ റെൻ്റ് ആര് കൊടുക്കും? ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? എൻ്റെ കൂടെ കൂടിക്കേ. ഇത് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാ. നിങ്ങൾ ഈ വേട് കേൾക്കണം. ഈ ഒരു സാധനം നിങ്ങൾ അകത്തുനിന്ന് പോകരുത്. നാണയം കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ്, ഇതിൻ്റെ സ്വരൂപവും മേലെടുത്തും ആരുടേതാണ്? ഉടനെ പറഞ്ഞു, ഇത് ആരുടെയാണ്? കൈസറുടെ. അടുത്ത വാക്ക് ദൈവം പറഞ്ഞു, കൈസർക്കുള്ളത് എന്ന് പറഞ്ഞാൽ കൈസറുടെ പേരിലുള്ള സാധനം മുഴുവൻ. ഇന്ന് ഞാനിവിടെ പറയുകയാണ്, യൂറോയിൽ നമുക്ക് അങ്ങനത്തെ വല്ല അടയാളങ്ങളോ വല്ലതും ഉണ്ടോ? അയർലൻഡിൻ്റെ യൂറോയ്ക്കകത്ത് എന്താ ഉള്ളത്? ഒരു ഹാർപ്പില്ലേ? ചിലപ്പോൾ അതില്ലാത്തത് നിങ്ങൾ സ്വോത്രകാഴ്ച ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തേനെ നമ്മൾ? സായം ബ്രദറെ,
ഒന്നാമത് ഇടാൻ മടിയാണ് നമുക്ക്. അന്നേരം ഇതും കൂടെ കേട്ടപ്പോൾ താങ്ക് യു പാസ്റ്റർ, ഞാൻ പ്രതീക്ഷിച്ച ദൂത് കിട്ടി, താങ്ക് യു, ഹല്ലേലൂയ. ആലഞ്ചിരിക്കുന്നുണ്ടിരുന്ന് ആ അടയാളം ഇല്ലാത്തത്, ഏതോ അടയാളം ഇല്ലാത്തത് ഇടാൻ പറഞ്ഞ് എന്നാ ചെയ്തേനെ. 200 ഉണ്ടല്ലോ, ഞാൻ ഈ 50 വരെ കണ്ടിട്ടുള്ളൂ, ചർച്ചിൽ 50 വരെ വരുന്നുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ കേട്ടെ, ഇതിനകത്തൊരു ദൂതുണ്ട്. അത് വിട്, പണം വിട്. ഈ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാൻ പറഞ്ഞപ്പം എൻ്റെ ബഡ്ഡി ആഡോണായിരുന്നു, അവൻ പോയോ? ജോസുവിൻ്റെ പൈസ ഇരിക്കുക, ജോസുവിൻ്റെ കയ്യിൽ പൈസയുണ്ട്. സ്വതന്ത്രുണ്ടോ? പൈസയുണ്ട്. ഈ പൈസയിൽ ആരുടെ പടമുള്ളേ? കൈസറുടെ പടം. ജോസുവിനോട് പറഞ്ഞു ഇത് ദൈവാലയത്തിൽ കൊടുക്കണ്ട. പിന്നെ ജോസുവിന് എങ്ങനെയാ ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്നത്? ഈ പൈസയും ഈ പണത്തിലുള്ള ഈ നാണയത്തിലുള്ളത് മുഴുവന് ആരുടെ സ്വരൂപം മേലെഴുത്തുവാ? കൈസറുടെ. എന്ന് പറഞ്ഞാൽ കൈസർക്കുള്ളത് കൈസർക്ക് കൊടുത്തോളം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവരാജ്യത്തിന് കൊടുക്കരുതെന്നല്ല. അതിൻ്റെ മറ്റൊരർത്ഥം പറഞ്ഞു, പണത്തേല് കയ്യിലിരിക്കുന്ന നാണയത്തേല് കൈസറുടെ അടയാളമുള്ളൂ, കൈസറുടെ മുദ്രയുള്ളൂ. പക്ഷെ നിന്റെ മേൽ കിടക്കുന്ന മുദ്ര, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, ജോസുവിൻ്റെ മേൽ കിടക്കുന്ന മേലെഴുത്ത്, ജോസുവിൻ്റെ മേൽ കിടക്കുന്ന മുദ്ര, അത് കൈസറുടേതായാൽ അപകടമാണ്. നീ കൈസർക്കുള്ളതല്ല, നീ ദൈവത്തിനുള്ളതാണ്. പക്ഷെ നിന്റെ കയ്യിലിരിക്കുന്ന ഈ നാണയം ഉണ്ടല്ലോ, അത് കൈസറുടേതാ. പക്ഷേ നിന്റെ പേര് ഇന്ന് പകൽക്കാലം നിന്നെ മുദ്രയിട്ടിരിക്കുന്നത് തമ്പുരാനാണെങ്കിൽ തമ്പുരാൻ പറയുന്നു നിന്നെ ആർക്കും നീ വിട്ടുകൊടുക്കരുത്, നിന്നെ ആർക്കും നീ വിട്ടുകൊടുക്കരുത്. നിന്റെ മേലുള്ള മുദ്ര യേശുവിൻ്റെ മുദ്രയാണ്. ഈശോ ആമേൻ. ഉൽപ്പത്തി പുസ്തകം പറഞ്ഞു, എന്നാ പറഞ്ഞേ? അനുസരിച്ചിട്ട് പറഞ്ഞു. ഉൽപ്പത്തിയിൽ യേശു ആദത്തെ സൃഷ്ടിച്ചത് എങ്ങനെയാ? തൻ്റെ സ്വരൂപത്തിൽ എന്ന് പറഞ്ഞാൽ തമ്പുരാൻ പറയുന്നു ഞാനാണ് നീ. നിന്റെ കയ്യിലിരിക്കുന്ന യൂറോ ചിലപ്പം പിശാചിന് അവകാശപ്പെട്ടതായിരിക്കാം, കയ്യിലിരിക്കുന്ന പണം ചിലപ്പം ലോകം ചോദിച്ചേക്കാം, നീ ടാക്സ് കൊടുക്കണം. പക്ഷേ നിന്നെ നീ വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിന്റെ കൈക്ക് അവൻ പിടിച്ചിട്ടുണ്ട്. ഈ ദൂത് മനസ്സിലായെങ്കിൽ ചേർന്ന് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ട്? ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. വിനോദായ, ഞാൻ ഈ പറഞ്ഞ വാക്ക് മനസ്സിലായോ? ദൈവം പരീക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ നാണയത്തിൻ്റെ മേലാണ് കൈസറുടെ സ്വരൂപവും മേലെഴുത്തുമുള്ളത്. പക്ഷെ നിന്റെ മേൽ കിടക്കുന്ന സ്വരൂപം, നിന്റെ മേൽ എഴുതി വച്ചിരിക്കുന്നത് അത് തമ്പുരാന്റെ കൈയെഴുത്താണ്. ചേർന്ന് പറഞ്ഞ് എന്നെ മുദ്രയിട്ടിരിക്കും. നീ രക്തത്താൽ മുദ്രയിട്ടപ്പെട്ടവളാണ്, നീ യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. ചേർന്ന് സഹോദരന്മാർ ഒന്നിച്ച് പറഞ്ഞ്, ജിൻജോ ബ്രദറെ പറഞ്ഞ്, നിന്നെ മുദ്രയിട്ടിരിക്കുന്നത് യേശുവിൻ്റെ രക്തത്തിൻ്റെ മുദ്രയാണ്. നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ കിടക്കുന്ന മുദ്ര പിശാചിന്റെ മുദ്രയല്ല, യേശുവിൻ്റെ രക്തത്തിൻ്റെ മുദ്രയാണ്. അതുകൊണ്ട് ഒരു ശക്തിക്കും നിന്റെ തലമുറയെ, നിന്റെ മക്കളെ തൊടാൻ പറ്റത്തില്ല. Jesus. Thank you, God. Thank you, Jesus. ഇന്ന് പകൽക്കാലം വായുകളെല്ലാം തുറന്നുകൊണ്ട് പറഞ്ഞേ ആമേൻ. ഇതിനകത്ത് ദൈവത്തിൻ്റെ മുദ്രയിലാണ് ഞാനുള്ളതെന്ന് പറയും. എൻ്റെ മേൽ കിടക്കുന്ന മുദ്ര ആരുടെയാണ്? അങ്ങനെയുണ്ടോ? അങ്ങനെയാണ് നീ ആർക്കുള്ളതാണ്? ചേർന്ന് പറഞ്ഞേ. കയ്യിലിരിക്കുന്ന പണം ചിലപ്പം കൈസറുടേതായിരിക്കും, പക്ഷെ നീ ആരുടേതാണ്? ബിനീഷ് ബ്രദറെ, കയ്യിലിരിക്കുന്ന പണം ചിലപ്പം കൈസറുടേതായിരിക്കും, പക്ഷെ നമ്മൾ ആരുടെയാണ്? പപ്പമാരെ, മമ്മിമാരെ, നമ്മുടെ കയ്യിലിരിക്കുന്ന പണം, സമ്പത്ത് ചിലപ്പം വേറെ ആരുടെയോ പേരിലുള്ളതായിരിക്കും, പക്ഷെ നീ ആരുടെയാണ്? ദൈവം പറയുന്നു, എനിക്ക് നിന്നോടൊരു നിയമം ചെയ്യാനുണ്ട്. ഇന്നു മുതൽ നീ എനിക്ക് മക്കളും ഞാൻ നിനക്ക് അപ്പനുമാകും. അപ്പന്മാരുള്ളവർ ചേർന്ന്, സ്വർഗീയ അപ്പന്മാരുള്ളവർ ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ്, ഞാൻ ഓഫൻ സ്പിരിറ്റിനകത്തുള്ളവനല്ല, എനിക്കൊരപ്പനുണ്ട്. എനിക്ക് പറയാൻ, എനിക്ക് ചോദിക്കാൻ, എനിക്ക് സംസാരിക്കാൻ എനിക്കൊരപ്പനുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നെങ്കിൽ കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് ചില മിനിറ്റുകൾ വായുകളെല്ലാം തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ്, നിക്ഷേപം അവൻ നിന്റെ അകത്ത് പകരുന്നു. ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചേ. കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. കൈസർക്കുള്ളത് കൈസർക്ക്, ദൈവത്തിനുള്ളത്
എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഷാലോമിൻ്റെ കയ്യിലിരിക്കുന്ന പണം ചിലപ്പം പലതിനും ഉപയോഗിക്കാം. പക്ഷെ നീ പോകരുത്, നിന്നെ എനിക്ക് വേണം. കടന്നു കടന്നു യേശു നിന്നെ വിളിക്കുന്നു. കടന്നു കടന്നു യേശു നിന്നെ വിളിക്കുന്നു. കടന്നു സക്കായി ഇരുന്ന മരത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് യേശു വിളിച്ചു, വാടാ സക്കായി, നീ താഴോട്ടിറങ്ങി വാ, എനിക്ക് ഇന്ന് നിന്റെ വീട്ടിൽ വേണം, നിന്റെ വീട്ടിൽ എനിക്ക് താമസിക്കണം. യേശു നിന്നെ വിളിക്കുന്നു. ആ മഹത്വത്തിലേക്ക് യേശു വിളിക്കുന്നു. കടന്നു കടന്നു പ്രാർത്ഥിച്ചെല്ലാവരും. യേശു നിന്നെ വിളിക്കുന്നു. മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന. മാറിടാത്ത യേശുനാഥൻ. ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചെല്ലാവരും. മാറ്റും നിന്റെ വേദന. പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കടന്നു കടന്നു സക്കേയുവിനെ വിളിച്ചതുപോലെ യേശു നിന്നെ ആ വെളിപ്പാടിനകത്തേക്ക് യേശു വിളിക്കുന്നു, വിളിക്കുന്നു. ആ ശുശ്രൂഷയ്ക്കകത്തേക്ക് യേശു വിളിക്കുന്നു, സൗഖ്യത്തിനകത്തേക്ക്. കടന്നു യേശു നിന്നെ വിളിക്കുന്നു. ഒരു മിനിറ്റ് കരങ്ങളൊന്ന് ഉയർത്താൻ പറ്റുമോ? കരങ്ങളൊന്ന് ഉയർത്തി. യേശുവേ, ഇന്ന് പറഞ്ഞ വചനങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നോ? യേശുവിന് എന്നെ വിശ്വാസമാണ്. നമ്മൾ ഈ ജീവിതയാത്രയിൽ ആദ്യമായിട്ടായിരിക്കും ആ ഒരു വാക്ക് പറയാൻ പോണേ. ഇതുവരെ എനിക്ക് ദൈവത്തെ ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷേ ഇന്ന് നീ മനസ്സിലാക്കുക, യേശുവിന് നിന്നെ ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് നമ്മളിൽ ആ നിക്ഷേപത്തെ അവൻ പകരുന്നു. മൺപാത്രത്തിനകത്ത് യേശു നിക്ഷേപത്തെ പകരുന്നു. നീണ്ട കാലഘട്ടങ്ങൾ പ്രവാചകന്മാരാഗ്രഹിച്ചത്, പിതാക്കന്മാരാഗ്രഹിച്ചിട്ട് കാണാത്തത്, അവർക്ക് ടീസർ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അല്പാൽപമായിട്ടേ കണ്ടുള്ളൂ. പക്ഷേ നിറവിലേക്ക്, നിറയ്ക്കുന്നവനിലേക്ക് ദൈവം നിന്നെ വിളിക്കുന്നു. നിറയ്ക്കുന്നവനിലേക്ക് അവൻ നിന്നെ വിളിക്കുന്നു. ചേർന്ന് പറഞ്ഞ, യേശുവേ, ഇന്ന് എനിക്ക് നിന്നെ വേണം, നിന്നിൽ എനിക്ക് ജീവിക്കണം. പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ നാമത്തെ ഞങ്ങളിപ്പോൾ ഉയർത്തുന്നു. എല്ലാ നാമത്തിലും മേലായ യേശുവിൻ്റെ നാമം, കൈസരുടെ മേലെഴുത്തിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന, മാറിപ്പോകാത്ത നിത്യ നിയമത്തിൻ്റെ രക്തത്തിൽ ഉടമ്പടിക്കകത്ത് ഞങ്ങളെ വിളിച്ച യേശുവിൻ്റെ നാമം ഇന്ന് പകൽ ഞങ്ങളുടെ നടുവിൽ ഉയരുന്നതിനായിട്ട് നന്ദി. അങ്ങയുടെ നാമത്തിൽ
ഈ ദൈവവചനം കേട്ടവർ വചന നിമിത്തം അനുഗ്രഹിക്കപ്പെടട്ടെ. കേട്ട വചനം അവരുടെ ജീവിതയാത്രയിൽ അവരുടെ കൂടെ ഇരിക്കട്ടെ. ഇതോർക്കാൻ, ഇതോർത്തോർത്ത് ജീവിതത്തെ ക്രിസ്തുവിലേക്ക് അടുപ്പിപ്പാൻ കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യണം. ഇന്ന് പകൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷത്തെ ഞങ്ങൾ കുടുംബങ്ങളുടെ മേൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം ആരാധിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായിട്ട് സ്തോത്രം. ഇന്ന് വരാൻ സാധിക്കാത്ത മറ്റു പല വഴികളിലൂടെ പോയവർക്കായിട്ട് സ്തോത്രം. അവരെല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ. സഭ ഏക മനസ്സോടെ ഐക്യതയോടുകൂടെ നിൽക്കട്ടെ. ഞങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നത് പോലെ യേശുവിന് ഞങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ. അങ്ങയുടെ വലിയ മഹത്വം കൂടിയിരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആ കരങ്ങൾ ഉയർത്തി നല്ല വചനത്തിനായിട്ടൊന്ന് സ്തോത്രം ചെയ്താട്ടെ. താങ്ക് യു ജീസസ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.